ഈ മഹാഭാരതത്തിലെ ഖാണ്ഡവവനമുണ്ട്. ഖാണ്ഡവവനത്തിന് അഗ്നി അങ്ങോട്ട് പടരുന്ന അവസരത്തിൽ അതിനകത്തുള്ള പക്ഷിമൃഗാദികളെല്ലാവരും കൂടി ഒന്നിച്ചാണ് നിൽക്കുന്നത്. അവരുടെ ഒരു പൊതുശത്രുവാണ് വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് അവർ പരസ്പരം കലഹിക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ പൊതുശത്രു വന്നപ്പോൾ അവരൊന്നിച്ച് നിന്നു. അത് വലിയൊരു പാഠമാണ് തരുന്നത്. ആ പാഠം നമ്മുടെ രാജ്യത്തെ കോൺഗ്രസ്സുകാരോ മറ്റ് ഇടതുപക്ഷ പാർട്ടികളോ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെ തോന്നുന്നുണ്ട്? എനിക്ക് അങ്ങയോട് തിരുത്തലുണ്ട്. ശത്രുക്കളെ നേരിടാൻ വേണ്ടി ഒന്നിച്ച് നിൽക്കുകയല്ലേ കാണ്ഡവപുരത്തിലുണ്ടായത്. നല്ലത് അങ്ങ് പറഞ്ഞു, അതാണ് സത്യം. അതായത് എതിർപക്ഷത്തുള്ള അഗ്നിയെ നേരിടാൻ വേണ്ടി ഒന്നിച്ചു നിന്നു. ഇപ്പോഴും അത് തന്നെയാണ്. അതെ, ശത്രുക്കളെ നേരിടാൻ വേണ്ടി ഒന്നിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങ് ഓർക്കണം, 2004 ഇലക്ഷന് ശേഷം ഭാരതത്തിൻ്റെ അതിർത്തിക്ക് പുറത്തുള്ള ശക്തികൾ, ചൈന, പാകിസ്ഥാൻ, പാശ്ചാത്യ ശക്തികൾ, ഇവർ അതിർത്തിക്ക് പുറത്തും അകത്ത് ചൈനയോടൊപ്പം നിൽക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പരിവാറും പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളും പാശ്ചാത്യരോടൊപ്പം നിൽക്കുന്ന സോണിയ കോൺഗ്രസ് പക്ഷവും, ഈ 3 ശക്തികളും, അവിടെ നിന്ന് 3 ശക്തി, ഇവിടെ നിന്ന് 3 ശക്തി, അവരൊന്നിച്ചു നിന്നാണ് ഭാരതീയ ദേശീയതയ്ക്കെതിരെ കൃത്യമായി അവരുടെ പോരാട്ടം തുടങ്ങിയത്. അവരുടെ ശത്രുപക്ഷത്ത് സാംസ്കാരികമായിട്ട് പറഞ്ഞാൽ അവർ ഹിന്ദുവിരുദ്ധ വർഗീയതയുടെ ആളുകളാണ്. രാഷ്ട്രീയമായിട്ട് പറഞ്ഞാൽ ഭാരത വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഹിന്ദുവിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെയും ഹിന്ദുവിരുദ്ധ വർഗീയതയുടെയും ഭാരതവിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെയും കൂട്ട് കച്ചവടക്കാരായ ആളുകളുടെ കൂട്ടായ്മ. ചൈനയും പാകിസ്ഥാനും പാശ്ചാത്യ ദേശങ്ങളിലെ ഒരു ഭാഗവും, അകത്തുനിന്ന് ഞാൻ പറഞ്ഞ സോണിയ കോൺഗ്രസും ഒവൈസിയും കുഞ്ഞാലിക്കുട്ടിയും MA ബേബിയും D രാജയും, അവരെല്ലാം ഒന്നിച്ച് നിൽക്കുന്നത് ഭാരതത്തെ എതിർക്കാനാണ്. ശത്രുക്കൾക്കറിയ ഒന്നിച്ച് നിൽക്കുക അവർ. അതല്ല യാഥാർത്ഥ്യം. പിന്നെ അങ്ങ് പറഞ്ഞത് ഭാരതത്തിന് വേണ്ടി ഒന്നിച്ച് നിൽക്കണം എന്നാണ് ഉദ്ദേശിച്ചെങ്കിൽ അത് തന്നെയാണ്, ഭാരതത്തിന് വേണ്ടി ആ മനോഭാവം ഇവർക്കില്ല. ഭാരതത്തോടെ പ്രതിബദ്ധത ഇവർക്കില്ല. അതല്ല ഇവിടെ കട്ടിങ് സൗത്തിനും ഒക്കെ സമയം ചെലവഴിക്കുന്നത്. അതല്ല ഏത് വിധ്വംസ ശക്തികളോടും ഏത് ഭിന്നിപ്പിക്കൽ ശക്തികളോടും ഒത്തുനിൽക്കുന്നത്. അതിൻ്റെ രാഷ്ട്രീയമല്ലേ ഇവർ കളിക്കുന്നത്. അത് തന്നെ ഇപ്പോഴും കണ്ടത്. അങ്ങ് ഓർക്കണം, ലോകത്തെങ്ങും സംഭവിക്കാത്ത പോലെ ഈ പകൽഗാമിലെ ആ നിരപരാധികളായ നിഷ്കളങ്കരായ 26, 28 അതിൽ കൂടുതലുണ്ടാകാം. ആ സാധു ജനങ്ങളെ ഉട്ടുതുണി അടിച്ചു നോക്കി കലിമ ചൊല്ലാമെന്ന് അന്വേഷിച്ച് ഹിന്ദുവാണെന്ന് ഉറപ്പ് വരുത്തി കൊന്നു തള്ളിക്കഴിഞ്ഞപ്പം ലോകം മുഴുവൻ ഞെട്ടിത്തെരിച്ചു. ലോകരാഷ്ട്രങ്ങൾ ഭാരതത്തിനൊപ്പമാണെന്ന് അറിയിച്ചു. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി കൃത്യമായ മറുപടിക്ക് സജ്ജനായി കർമ്മനിരതനായി പ്രവർത്തിക്കുന്നു. ഈ ഘട്ടത്തിൽ ആദ്യത്തെ ചോദ്യം ഉയർത്തിയത് ആരാണെന്നറിയുമോ? സോണിയ, പ്രിയങ്ക, രാഹുൽ കുടുംബത്തിന് വേണ്ടി റോബർട്ട് ഗാന്ധി. റോബർട്ട് വധേരയല്ലേ? അല്ല, അത് അങ്ങ് ചോദിച്ചെനിക്ക് മനസ്സിലായി. ഇന്ദിരയെ വിവാഹം കഴിച്ച ഫിറോസ് ഗണ്ഡിക്ക് ഫിറോസ് ഗാന്ധി എന്നൊരു പട്ടം കിട്ടിയില്ലേ? അതെ അതെ. അതുപോലെ പ്രിയങ്കയെ കല്യാണം കഴിച്ച റോബർട്ട് വധേരയ്ക്ക് ഇനി റോബർട്ട് ഗാന്ധി എന്നൊക്കെ പേര് കൊടുത്തേക്കട്ടെ. അല്ലെങ്കിൽ തന്നെ ഈ വിവാഹത്തിന് ശേഷം പ്രിയങ്ക കുടുംബത്തിൽ ചെന്ന ശേഷം അപകടത്തിൽ സംശയകരമായി മരിച്ചവരുടെ കൂട്ടത്തിൽ റോബർട്ടിൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു, ഭദ്രയും ഉണ്ടായിരുന്നു. നീ ആ പേരങ്ങ് മാറ്റിയേക്ക്. റോബർട്ട് ഗാന്ധി എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, ഞാൻ പറഞ്ഞതല്ല. റോബർട്ട് ഗാന്ധി പറഞ്ഞത് ഇത് ഭാരതത്തിൽ ഹിന്ദുത്വം വളരുന്നത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് സുരക്ഷ തോന്നാത്തതിൻ്റെ പേരിലുണ്ടായ
വിഷയമാണെന്ന് പറഞ്ഞത്. അങ്ങനെ ഏതെങ്കിലും ഒരു മുസ്ലിം മതപണ്ഡിതന്മാരോ മതപക്ഷത്തുള്ളവരോ ആരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അത് ഈ റോബർട്ടാണ് ആദ്യം പറഞ്ഞത്. അങ്ങനെയാ പറഞ്ഞതെങ്കിൽ മറ്റു ഭാഷയിൽ വേറെ പലരും പറയുന്നുണ്ട്. നമ്മുടെ MA ബേബി, അതുപോലെ മുലായം സിംഗ് യാദവിൻ്റെ മകൻ അഖിലേഷ് യാദവ്, മമതാ ബാനർജി, ശരത് പവാറിൻ്റെ മകൾ സുപ്രിയ പവറിന് വേണ്ടി വേറൊരു നേതാവ് അവരുടേത്. മഹാരാഷ്ട്രയിലെ ഇവരൊക്കെ പറയുന്നത് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പരാജയം പ്രതിരോധിക്കുന്നതിനുള്ള കഴിവുകേട് കൊണ്ടാണ് മരിച്ചതെന്നും അതുകൊണ്ട് ഈ കൊലപാതകങ്ങൾക്ക് ഉത്തരവാദിത്വം ഭാരത സർക്കാരിനാണെന്നും വരുത്തി വെക്കാനാണ് ശ്രമിക്കുന്നത്. അല്ലാതെ പാക് ഭീകരരാണ്, ഇസ്ലാമിക പാക് ഭീകരരാണ് ഇത് ചെയ്തതെന്ന് പറയാനും അവർക്കെതിരെ ശക്തമായി നടപടിയെടുക്കാനും ഇവർ തയ്യാറാവുന്നില്ല. അല്ല, ഇസ്ലാമിക എന്നുള്ളത് അവർക്ക് പറയാൻ അല്പം ബുദ്ധിമുട്ടാണ്. അത് സത്യം പറയാനാണ് ബുദ്ധിമുട്ടുള്ളത്. ഹമാസിൻ്റെ ആളുകൾ പാകിസ്ഥാനിൽ വന്ന് ജയ്ഷെ മുഹമ്മദിനെയും മറ്റേ നമ്മുടെ ലഷ്കർ എ തൈബയൊക്കെ പരിശീലിപ്പിച്ചിട്ടല്ലേ ഇവരിവിടെ വന്ന് ഈ ദുരന്തത്തിന് ഇടവരുത്തിയത്. എനിക്കതൊന്നുമല്ല ചോദിക്കാനുള്ളത്. ഇതുപോലൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങ് ആദ്യം പറഞ്ഞതിലേക്ക് തിരിച്ചു വരിക. രാജ്യം തിരിച്ചടിക്ക് തയ്യാറാവുക. ഒരു സൈനിക നടപടി, ആത്യന്തികമായ സൈനിക നടപടിയിലൂടെ ഇനിയും തലവെക്കാതെ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി രാജ്യം നോക്കുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ രാജ്യത്തോടൊപ്പം നിൽക്കുന്നതിന് ഈ ചോദ്യങ്ങളൊക്കെ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ആരാണ് തെറ്റ് ചെയ്തത്, ആർക്കാണ് അബദ്ധം പറ്റിയത്, ഈ സംഗതിയൊക്കെ സർവകക്ഷി സമ്മേളനത്തിൽ സർക്കാർ വിശദീകരിക്കുകയും ചെയ്തു. പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ചേർന്ന് നടത്തിയ സർവകക്ഷി സഭയിൽ ഈ വീഴ്ചയുടെ രീതി, നമ്മുടെ രഹസ്യ ഏജൻസികളുടെ വീഴ്ചയെക്കുറിച്ച് പരാമർശമുണ്ടായി. അത് കൃത്യമായ പരാമർശം കൊടുത്തു കഴിഞ്ഞപ്പം പ്രതിപക്ഷത്തെ പല നേതാക്കന്മാർക്കും തൽക്കാലം മിണ്ടാതിരിക്കുക നല്ലതെന്ന് തോന്നലുണ്ടായി. നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യുന്നില്ല. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒരിക്കൽ പറയാം. പക്ഷേ എനിക്ക് ചോദിക്കാൻ മറ്റു ചോദ്യമുള്ളത്, ലോകത്ത് എവിടെയും എബ്രഹാം ലിങ്കനെ കൊന്ന അമേരിക്കയിൽ, ജോൺ എഫ് കെന്നഡിയെ വധിച്ച അമേരിക്കയിൽ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ വധിച്ച ഭാരതത്തിൽ, ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയെയും വധിച്ച ഭാരതത്തിൽ, അതുപോലെ എന്തെല്ലാം ദുർഘടനകൾ ഉണ്ടായാലും അവിടെയൊക്കെ ഒരു രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ പരാജയമില്ലേ? അങ്ങ് പറയും. തീർച്ചയായിട്ടും രഹസ്യാന്വേഷണ വിചാരത്തിൻ്റെ പരാജയമില്ലെങ്കിൽ ഒരു ദുരന്തവും ഒരിടത്തും ഉണ്ടാവില്ല. ഇത്തരം ദുരന്തങ്ങൾ എങ്ങും ഉണ്ടാവില്ല. ഏറ്റക്കുറച്ചിലുണ്ടാവും, സ്വാഭാവികം. അല്ലാതെ അങ്ങനെ ഒരു കൃത്യമായി എല്ലാ കാര്യങ്ങളും രഹസ്യാന്വേഷണ വിഭാഗത്തിന് കിട്ടുകയും അവരെ കളറ്റുകയും ചെയ്താൽ ലോകത്തിൽ ഒരു ദുരന്തവും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയുള്ളപ്പോഴും അതുകൊണ്ടല്ലേ മഹാത്മാഗാന്ധിയെ കൊന്നപ്പം അന്ന് രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ ഉൾപ്പെടെ ചുമതലയുള്ള പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ അല്ലല്ലോ ആരും പ്രതിക്കൂട്ടി കയറ്റിയിരുത്തി കുറ്റവിചാരണ നടത്തിയത്. ഇന്ദിരാഗാന്ധി മരിച്ചപ്പം പറ്റില്ലായിരുന്നു. കാരണം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്, വധിക്കപ്പെട്ടത് ഇന്ദിരാഗാന്ധിയാണ്. അതുകൊണ്ട് അവരെ വെടിവെച്ച സർദാർമാരല്ല ഒന്നാം പ്രതി ഇന്ദിരാഗാന്ധി തന്നെയാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്. രാജീവ് മരിക്കുമ്പോഴും രാജീവ് ഗാന്ധി പിന്തുണ കൊടുക്കുന്ന ചന്ദ്രശേഖർ ഗവൺമെൻറ്റായിരുന്നു. അതിന് ഉത്തരവാദിത്വം ചന്ദ്രശേഖർക്കാണെന്ന് തലയ്ക്കകത്ത് ആഴ്ത്തും ചരമുള്ള ആരും പറയും. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ 26/11 ബോംബെയിലെ ആക്രമണം, അതിലെ രഹസ്യാന്വേഷണ വീഴ്ച മാത്രമല്ല, അത് ആസൂത്രണം ചെയ്തതിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് ഭാരതം ഇപ്പോൾ മനസ്സിലാക്കുമ്പോഴും അതിനെ കുറ്റക്കാരനായിട്ട് ഡോക്ടർ മൻമോഹൻ സിംഗിനെയോ അല്ലെങ്കിൽ മൻമോഹൻ സിംഗിനെ ഭരിച്ച സോണിയയെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്.
അതുകൊണ്ട് രഹസ്യാന്വേഷണ വീഴ്ചകൾ എന്ന് പറയുന്നത് അത് എല്ലാ കാലത്തും എല്ലാ കാര്യങ്ങളിലും ഉള്ളതാണ്. അത് ഞാൻ പറഞ്ഞതുപോലെ ഏറ്റക്കുറച്ചിലുണ്ടാകുന്ന മാത്രം. പക്ഷെ അതും പറഞ്ഞ് ദേശീയ ചാനലിൽ ചർച്ച ചെയ്യുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു വിവേക് ശ്രീവാസ്തവയുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, അവരുൾപ്പെടെ ഇങ്ങനെ ആവേശപൂർവ്വം എടുത്ത് തുള്ളിച്ച ആളുകൾ. മോദി ഉത്തരം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതിന് പരിഹാരം നോക്കുവാൻ കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ ചരിത്രം തിരുത്തുവാൻ, സുരക്ഷിതമായൊരു ഭാരതത്തിൻ്റെ ഭാവിക്ക് ഈ പാകിസ്ഥാൻ കൊണ്ടുത്തന്ന സന്ദർഭത്തെ വിനിയോഗിക്കുന്നതിനുള്ള ബുദ്ധിപരമായ തന്ത്രപരമായ നിലപാടുകളിലേക്ക് മോദി പോകുമ്പം ഞാൻ ആദ്യം പറഞ്ഞ ആ കൂട്ടായ്മയുടെ ഭാഗമായതുകൊണ്ട് മോദിയെ എതിർക്കാതെ, ഭാരതത്തെ എതിർക്കാതെ, ഹൈന്ദവ സമൂഹത്തെ എതിർക്കാതെ ഇവർക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ആ ജോലിയാണ് അവരിപ്പോഴും മുറ തെറ്റിക്കാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.